ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻവാസ് അറ്റ് മാൻവ. ജോബിൽ അല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവൻ്റെ പുറകെ നിൽക്കുന്നത് അതാ ന്യൂകമറല്ലേ. അപ്പം നമ്മുടെ MC ആണെങ്കിൽ ഗ്രേസ് ആസ്കിനെ ശ്രദ്ധിച്ചിട്ട്, ഗ്രേസ് ആസു, ഇവൻ വളരെ ക്ഷീണിതനാണ്, അവന് നിൽക്കാൻ പോലും പറ്റുന്നില്ല, ആരെങ്കിലും പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ഇത് കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ എല്ലാം തീർത്തില്ലേ, ഇനിയും പറ ഇവിടെ എന്താ സംഭവിക്കുന്നേ. അതോ, ഞങ്ങൾ ഇന്നോട്ട് ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങൾ ആവേശം കൂടി ട്രെയിൻ ചെയ്ത് അല്പം കൂടിപ്പോയി. ഇവർക്ക് ആവേശമോ? എൻ്റെ സീനിയേഴ്സ് എല്ലാവരും പുറകെ നിന്നിട്ട് കൈയും തലയൊക്കെ വീശി കാണിക്കുന്നുണ്ട്, അല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ MC ഒന്ന് അവരെ നോക്കിയപ്പോഴത്തേക്ക് അവർ പേടിച്ച് ഇടയ്ക്കിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർ ഈ കുട്ടീനെ കണ്ട് പേടിക്കുന്നോ? യൂണിവേഴ്സിറ്റിയിലെ ഡിസിപ്ലിൻസ് ആണ് പറയുന്നത്, ഇവർ തന്നെ ന്യൂകമറിനെ കണ്ട് പേടിക്കുന്നോ? ഞാൻ ഇവനൊരു വാർണിംഗ് കൊടുക്കണം. ഇവനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ? വൈറ്റ് പ്ലം ബ്ലോസം ബോർഡിംഗ് ഹൗസിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഈ സമയം ഇവിടെ ട്രെയിൻ ചെയ്യാൻ? അങ്ങനെയാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാനോ? ഞാൻ ഉദ്ദേശിച്ചത് അവരെ ത്രട്ടൻ ചെയ്ത കാര്യമാണ്. ഒരു ന്യൂകമറിൻ്റെ പ്രഷർ മൂലം ട്രെയിൻ ചെയ്യേണ്ടി വന്ന ഇവന്മാരോ മണ്ടന്മാർ. അപ്പം അവന്മാരെ ട്രെയിൻ ചെയ്യുന്ന ഞാനോ ഏറ്റവും വലിയ മണ്ടനാവും. എനിക്ക് ഒരു മാസം ടൈം വരും. ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ സീനിയേഴ്സിനെ ഹൈലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പാടായി ട്രെയിനിങ് ചെയ്തിട്ട് പോലും അവരിതുവരെയായിട്ടും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. ശരിയല്ലേ? അവർ പേടിച്ചിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്തില്ലെന്നല്ല, പക്ഷെ അതിനുള്ള ധൈര്യമില്ല. എവിടെ നിന്നാണ് ഇവനെപ്പോലെ ഒരുത്തം വന്നേക്കുന്നത്? അവൻ 3rd ക്ലാസ് ഡിസിപ്ലിൻസിൻ്റെ കൺട്രോൾ ഫുൾ അവൻ്റെ കയ്യിലായി. പക്ഷേ അവൻ ആ കൺട്രോൾ അവരെ ട്രെയിൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതത്ര ഈസിയായ ടാസ്ക് ഒന്നുമല്ല. പിന്നെ അവരെ ട്രെയിൻ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങൾക്ക് ഗ്രേറ്റ് സാസിൻ്റെ ട്രെയിനിങ് മൂലം സ്ട്രോങ് ആകാൻ പറ്റും. പക്ഷേ ആ പ്രോസസ്സ് സ്പീഡപ്പ് ആക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉറക്ക സമയം കളയുന്നത് വെച്ച് തന്നെ കുഴപ്പം. അപ്പം ഇവന് വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലേ? ഇവൻ്റെ സീനിയേഴ്സിനെ ഡിപ് ഡൗൺ ചെയ്തില്ല. പക്ഷേ ഇവൻ ഹയറാർക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മര്യാദ കാണിക്കുകയും ചെയ്യും. ഇവനാണ് റിയൽ ഡി. അന്ന് സാസു അങ്ങോട്ട് നടന്നു പോയിട്ട് എന്നിട്ട് അവിടെ വന്ന് സീനിയേഴ്സിൻ്റെ അടുത്തേക്ക് പറയുന്നു, നിങ്ങൾ വോളണ്ടിയർ ആയിട്ട് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് എന്നെ ഇമ്പ്രസ് ആക്കി. ഇതുവരെ നിങ്ങൾക്ക് ഗ്രേറ്റ് റിസൾട്ട് അച്ചീവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിൽ ഗ്രേറ്റ് സാസു ഞങ്ങളെ രക്ഷിക്കും. പക്ഷേ സാസുക്കാണെങ്കിൽ അങ്ങോട്ടങ്ങ് പോയി. അതൊന്ന് പറഞ്ഞു മുഴുവതിക്കുന്നതിന് മുമ്പ് തന്നെ, ഗ്രേറ്റ് സാസു നിങ്ങളെ രക്ഷിക്കണമെന്നോ? ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നമുക്കെന്തുകൊണ്ട് അവിടെ പോയി ഒന്ന് മാറി ഒന്ന് സംസാരിച്ചുവിടാം. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ MC ആണെങ്കിൽ സീനിയേഴ്സിനെ ഫുൾ എടുത്തടിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ MC ആണ് അവിടെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. എൻ്റെ ആണ്ടേനാണെങ്കിൽ കുറച്ച് വലുതായി. എനിക്കിപ്പോൾ QA ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയം ഈ മനുഹയെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഫസ്റ്റ്, വൈറ്റ് പ്ലം ബ്ലോസം ബോർഡിംഗ് ഹൗസ് ഒരു പ്രൈവറ്റ് ഡോർമെറ്ററിയാണ്. ബിൽഡ് ചെയ്യാൻ കാരണം തന്നെ മാസ്റ്റേഴ്സിൻ്റെയും ഡിസിപ്ലിൻസിൻ്റെയും കുറവ് മൂലമാണ്. പിന്നെ സെക്കൻഡ്, സെറ്റ് ലീഡറും അവരുടെ കൂടെ ഉള്ളവരും 100 വർഷം മുമ്പുള്ളതിനേക്കാളും വീക്കാണ്. പിന്നെ ഈ 3rd ക്ലാസ് ഡിസിപ്ലിൻസ് ആണെങ്കിൽ മുക്കാൽ പേരും ജോയിൻ ചെയ്തേക്കുന്നത് സോഷ്യൽ കൺസേൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇനി അതൊന്നും സീനില്ല. ഈ ഗ്രേറ്റ് ട്യൂമിങ് കൂടെ ഉള്ളപ്പം കോൺഫെസ്റ്റ് സ്ട്രോങ്സ്റ്റ് സെറ്റാകുന്നത് ഒരു അൺഅച്ചീവബിൾ ഡ്രീമല്ല. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ സീനിയേഴ്സ് എല്ലാം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ആ ട്രെയിനിങ് കാരണം എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. സായും ജോബിൽ നിങ്ങൾക്ക് അവനോട് പറഞ്ഞുകൂടെ ഇതൊന്ന് നടത്താൻ? ജോബിലാണ് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട്, നീ നിന്റെ സാഹുവിനെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിന്റെ വേലക്കാരാണ് ഞങ്ങൾ. അത് നിങ്ങൾ അവരോടൊന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നേരത്തെ ഒന്ന് അവൻ്റെ അടുത്തെന്ന് പറ. ഇതും പറഞ്ഞ സാങ് ജോബിൽ അവിടുന്ന് ഗേറ്റ് സാഹുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്താ വിളിച്ചേ? സാഹു മോൺഹാസിറ്റിനെ പറ്റി എന്ത് തോന്നുന്നു? അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ എൻ്റെ ഹോം ടൗണിലേക്ക് തിരിച്ചു പോയാൽ ഇതെല്ലാം തീർന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ സാഹുവിന്. സാഹു ഈ ജീവിതകാലം ഫുള്ള് ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചേക്കുമല്ലേ? അതെ, ഞാൻ ഓർത്തത് മോൺഹാസിറ്റി തകർന്നു എന്നാ. അങ്ങനെയൊന്നും പറയല്ലേ. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. ചൂമിയു അവൻ വന്നതിന് ശേഷം എല്ലാം മാറി. അവൻ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചാണെങ്കിലും നമ്മൾ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ട്രെയിൻ ചെയ്യിച്ചു. പക്ഷേ അവനാണെങ്കിൽ നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇരട്ടി ട്രെയിൻ ചെയ്തിട്ടും ഒരു കുഴപ്പമില്ല. അത് കണ്ട ശേഷം എനിക്കും എൻ്റെ ബെസ്റ്റായിട്ട് ചെയ്യണം. ഞാനങ്ങനെ വേൾഡ് തന്നെ ലീഡ് ചെയ്യാൻ കാലിബറുള്ള ഒരു മാസ്റ്ററാകും. ഇതെല്ലാം മരത്തിൻ്റെ മണ്ടയെന്ന് ഞാൻ നോക്കിക്കുമായിരുന്നു. അവരെ രണ്ടുപേരെയും ഞാൻ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്തു. പക്ഷേ ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സെറ്റ് ലീഡർ പുറത്തേക്ക് വരൂ. അതെ, സെറ്റ് ലീഡർ പുറത്തേക്ക്. പെട്ടെന്ന് മൗഹ സെറ്റിൻ്റെ വാതിൽ തല്ലി പൊളിച്ച് അകത്തേക്ക് കുറേ പേര് കയറി വരുന്നു. സെറ്റ് ലീഡർ പുറത്തേക്ക് വരാനാണ് പറഞ്ഞത്. അവർ മൗഹയുടെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് വന്നോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നാണ് ഇനി തിരിച്ചടയ്ക്കാൻ പോകുന്നത്? തിരിച്ചടയ്ക്കാനോ? അപ്പം ഇതൊന്നും കൂടാതെ ഇവർക്കിപ്പോൾ കടവുണ്ടോ? ഇപ്പോൾ വാതിൽ തുറന്ന് നമ്മുടെ സെറ്റിലെ പുറത്തേക്ക് വരുന്നത്. നിങ്ങളെന്താ ഈ രാത്രിയിൽ ഇത്ര താമസിച്ച്? സെറ്റിലെ എങ്ങനെയുണ്ട്? പാവലിയൻ ഓണർ കോമയോടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കും വരണമെന്നില്ലായിരുന്നു. ഇവരൊക്കെ പറയുമ്പോൾ വരാതിരിക്കാനും പറ്റില്ലല്ലോ. സെറ്റിൽ നമുക്ക് കാര്യങ്ങൾ എന്തായാലും പിടികിട്ടി കാണും. നമ്മൾ പറഞ്ഞ ഡേറ്റ് മൊത്തം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മൗഹാസിൻ്റെ സിറ്റുവേഷൻസ് എല്ലാം മനസ്സിലാവും. കോൺട്രാക്റ്റ് രീതി വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക്
പറഞ്ഞ പൈസയുടെ ഇരട്ടി തരേണ്ടി വരും. പക്ഷേ ഞങ്ങൾ അതൊന്നും ചോദിക്കുന്നില്ല. മേടിച്ച കാശ് മാത്രം മതി. 7 ദിവസം. 7 ദിവസത്തിനകം നമുക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ മൗണ്ട്ഫയുടെ ടെമ്പിൾ ഞങ്ങൾ അങ്ങ് എടുക്കും. അവിടുന്ന് ഒരു ശബ്ദം നോക്കുമ്പോൾ നമ്മുടെ MC. അപ്പം ആ മെർച്ചൻസ് എല്ലാം ഹുവാ പ്രീഫെസറിലെ ആളെ. അതെ, മാറി നിന്നേക്കാം. അവൻ എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല. ബട്ട് സാഞ്ചയ്, ഈ ഹുവാ പ്രീഫെസർ നമ്മുടെ മൗണ്ട്ഫയുടെ തൊട്ട് താഴെയുള്ള വില്ലേജ് അല്ലേ? അത് തന്നെ. അപ്പം മൗണ്ട്ഫ അവിടുത്തെ മെർച്ചൻസിൽ നിന്നാണോ പണം മേടിച്ചേക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പവീലിയൻ ഓണർ കോങ്ങിനെ കുറിച്ച് എനിക്കറിയാം. ഈ പുള്ളി ഹുവാ പ്രീഫെച്ചറിലെ ബിഗ്ഗസ്റ്റ് പവീലിയനായ ടേഹോ പവീലിയന്റെ ഓണറാണ്. പുള്ളിക്ക് വേറെ കുറെ ബിസിനസ്സും ഉണ്ട്, പണക്കാരനാണ്. ടേഹോ പവീലിയനോ? പുള്ളി ടേഹോ പവീലിയന്റെ ഓണറാണോ? എന്ത് പറ്റി സഞ്ജയ്? സമാധാനപ്പെടാനോ? നിങ്ങൾ എന്നോട് സമാധാനപ്പെടാനാണോ പറയുന്നത്? ആ പുള്ളി ശരിക്കും ടേഹോ പവീലിയന്റെ ഓണറാണോ? പുള്ളി നമുക്ക് കാശ് തന്നിട്ട് അതിന് പകരം ഒരു ടെമ്പിൾ എടുക്കാൻ പോകുന്നു. അതെ. പക്ഷെ ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ. ഈ ടേഹോ പവീലിയൻ എന്ന് പറയുന്നത് തന്നെ മൗണ്ട്ഫയുടെ ആയിരുന്നു. ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. സാഹും ജോഗുൽ. യെസ് സാർ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം അതെടുത്തോണ്ട് പോവാ. അത് ഇപ്പോൾ എടുത്തോണ്ട് ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നു? ഈ ഓൾഡ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഡൗ ലേൺ ചെയ്യണമെങ്കിൽ അതാദ്യം നമുക്ക് വയലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ ട്രൂ വേ ഓഫ് ഡോ ഫൈൻഡ് ചെയ്യാൻ പോകണം. ഇതും പറഞ്ഞ് നമ്മുടെ MC ആ വേഷമൊക്കെ ഇട്ട് ഹുവാ പ്രീഫെസറിലേക്ക് പോകുന്നു. അവിടെ മൗഹ സെറ്റിൽ വന്ന മർച്ചൻസ് എല്ലാം അവിടെ ഇരിക്കുന്ന സെറ്റിലറിന്റെ ആ മോന്ത കാണുമായിരുന്നു. ഒന്നും പറയാൻ പറ്റാതെ. എനിക്കത്ര അതിശയമൊന്നും തോന്നിയില്ല. നമ്മൾ അവർക്ക് ഫൈനൽ വാർണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അവര് നമുക്ക് മേടിച്ച പൈസ തരുവാണെങ്കിൽ എന്തോരം കാണും? ഒരു 100,000. പുള്ളി ഏറ്റവും കൂടുതൽ അതിശയിച്ച് പവീലിയൻ ഓണർ കോങ്ങിനെ കണ്ടിട്ടാണ്. ശരിയല്ലേ? അപ്പം അവിടെ പവീലിയൻ ഓണർ കോങ്, ഞാൻ പ്രോഫിറ്റ് നോക്കി പോകുന്ന ഒരു മർച്ചന്റ് ആണെങ്കിൽ പോലും ഇവരുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്നത്ര നിങ്ങൾ ചെയ്തില്ലേ? എത്രയൊക്കെ തവണ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്? അപ്പം നമ്മുടെ കോങ് ആണെങ്കിൽ മനസ്സിൽ ഇവന്മാരെല്ലാം സിമ്പിളാണ്. മൗഹ സെറ്റിന്റെ അത്ര താഴ്ത്തി കാണേണ്ട ഒന്നല്ല. അവരുടെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഫൈറ്റിംഗ് പവറല്ല, അവരുടെ ഹിസ്റ്ററിയാണ്. ഈ ഷാൻസി പ്രൊവിൻസിൽ തന്നെ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അവര് വളരെയധികം വീക്കാണ്. പക്ഷേ പവലിയനോർക്കോ ഈ മൗഹയുടെ ടെമ്പിൾ വെച്ച് നമ്മൾ എന്ത് കാണിക്കാനാണ്? വിറ്റാൽ പോലും പൈസ കിട്ടില്ല. അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും എടുത്താലോ? ആ ടെമ്പിളിന്റെ വാല്യൂ നീ ഉദ്ദേശിച്ചേക്കാളും വലുതാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ മണ്ടന്മാർ, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ടെമ്പിളിന്റെ കാര്യം മൗണ്ട്ഫയുടെ എനിമീസിനെ അറിയിച്ചാൽ അവർ മൗണ്ട്ഫിനെ തകർക്കാനായിട്ട് എന്ത് വില കൊടുത്തും ഇത് വാങ്ങും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്കല്ല, നിങ്ങളെ പടം കിട്ടും. ഇതും പറഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടി അവരെ തുടങ്ങും. അവിടെ നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരാളിങ്ങനെ നടന്നു വരും. എനിക്ക് ആ മൗണ്ട്ഫ സെറ്റ് വാങ്ങിയ പണം തിരിച്ചു കിട്ടുവാണെങ്കിൽ ആയുഷ്കാലം ഫുള്ള് ജീവിക്കാനുള്ളതുണ്ട്. ആ വീര്യം ഓണർ കോങ് എന്തായാലും എന്നെ ചതിക്കത്തില്ല. അവിടെ പാട്ടും പാടിക്കൊണ്ട് പുള്ളി പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ആ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ MC വരുന്നു. കള്ളനാണോ? പക്ഷെ ഇവൻ ചെറുതാണല്ലോ. കൂടാതെ കള്ളന്മാർ ഇങ്ങനെയൊക്കെ വേഷം ധരിക്കുമോ? എന്താ പൈസ എല്ലാം വേണോ? എനിക്ക് പൈസയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പോകാം. എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്നെ ഒറ്റയ്ക്ക് നടക്കാൻ പോലും സമ്മതിക്കില്ല. അതവൻ്റെ ഹൈ ക്ലാസ് ബോഡി ഗാർഡ്സ് ആയിരിക്കും. സാർ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അവനെ കൊന്നേക്കട്ടെ? വേണ്ട. അപ്പം അവന് പറയാനുള്ള എന്താ ആദ്യം കേട്ടെ. എനിക്ക് ഈ വയലൻസ് ഒന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് പുള്ളി അവിടെ മാറി വയ്ക്കുന്നു. അപ്പം കല്ലിന്റെ ശബ്ദം കൂടി പെട്ടെന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവന് സംസാരിക്കാൻ പറ്റണോ? അതെയോ? നോക്കുമ്പോൾ MC ആണെങ്കിൽ ആ ഗാർഡ്സിനെ എല്ലാം തല്ലി നിലംപരിച്ചാക്കിയേക്കുന്നു. മറ്റുള്ളവരെന്താ പറയുന്നതെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങോട്ട് വാ, ഒന്നുകൂടെ പറയാ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പോകാം. മനസ്സിലായില്ലേ? യെസ് സാർ. ശരി. എന്നിട്ട് MC ആണെങ്കിൽ പുള്ളിയുടെ കോളറെ പിടിച്ച് പൊക്കിയിട്ട്, നീ ആദ്യം തന്നെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുമായിരുന്നെങ്കിൽ പോകായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. പേടിക്കണ്ട, നിനക്ക് സംസാരിക്കാൻ പറ്റും. ഇതും പറഞ്ഞ് നമ്മുടെ MC ആണ് പുള്ളിയൊന്ന് ഇടിക്കാൻ പോകുന്നു.